കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു തുരുത്തിലേക്കാണ്. ഇപ്പം കാണാം, ബാ കൂടെ വാ കാണിക്കാം. എന്ത് മനോഹരമാണ് കണ്ടോ. നെൽകൃഷികളാണ് എല്ലാം. ഈ വരമ്പത്തൂടാണ് ഞങ്ങളുടെ എല്ലാം കണ്ടോ. ഇഷ്ടം പോലെ കിളികൾ കൂട് കൂട്ടിയിട്ടുണ്ട്. വേണ്ട മരം തെങ്ങിൻ്റെ മണ്ടയ്ക്കോട്ട് കൂട്ടുകാരെ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഈ പുഞ്ചയിലെല്ലാം ഞങ്ങൾ ഓടിച്ചാടി അതിന് ഈ ഓണ സമയമാകുമ്പോഴത്തേന് അത്തപ്പൂ ഇടും. ഞങ്ങൾ അത്തപ്പൂ ഇടാവുന്നതാണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇത് കണ്ടോ, കാക്കപ്പോള പൂ എന്ന് പറയുന്നത് കണ്ടോ. ഇതൊക്കെ ഒത്തിരി ഞങ്ങൾ പറിച്ചുകൊണ്ട് പോയി. ഉണ്ടോ അത്തപ്പൂ ഇവിടെ ഇഷ്ടംപോലെ ഞങ്ങൾ വന്ന് പറിച്ചുകൊണ്ട് പോയിണ്ടോ. ഇഷ്ടം ഇത് നിറച്ചുകൊണ്ട് ഇപ്പം കൃഷിയായപ്പം എല്ലാം വലിയ വണ്ടി ഇറങ്ങി എല്ലാം അടിച്ച് എല്ലാം ഇതായിപ്പോയി. എന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലായിരുന്നു. കൂട്ടുകാരെ, ഞാൻ അങ്ങനെ ഇപ്പോൾ ഈ തുരുത്തിൻ്റെ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിക്കാൻ വരുന്നത് ഇതിൻ്റെ മണ്ടയ്ക്കോട് നോക്കിയാൽ ഈ ഓലയുടെ ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്കോട് നോക്കിയാൽ കുരുവി കൂട് വെച്ചേക്കുന്നതുണ്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ ഒക്കുമോയെന്ന് അറിയത്തില്ല. നല്ല സൗണ്ടാണ് കിളികളുടെ എല്ലാം കണ്ടോ. കുറേ ഉണ്ട്. പിന്നെ അത് കാറ്റടിക്കുമ്പോഴത്തേന് കൂട്ടുകാരെ ഇത് മൊത്തമേ അവിടെ ഇവിടെ എല്ലാം കുരുവിയുടെ കൂട് കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇതെല്ലാം കിടപ്പുണ്ട്. ഇഷ്ടംപോലെ കുരുവിയുടെ കൂട്. അതുങ്ങൾ കാറ്റടിച്ച് ഒരു കൂട് എല്ലാം കുരുവിയുടെ കൂടുകളാണ് കിടക്കുന്നത്. ഇവിടെ മൊത്തം ഇപ്പം ഇതെല്ലാം കാട് കയറി കിടക്കുകയാണ്. അത് കണ്ടോ. അയ്യോ, ഇതിനകത്ത് 2 മുട്ടയുണ്ട് കേട്ടോ. കൂട്ടുകാരെ, കാണാൻ ഒക്കുമോയെന്ന് അറിയത്തില്ല. വീഡിയോ ഇങ്ങോട്ടൊന്ന് സൂം ചെയ്ത് കാണിക്കാവോ കൂട്ടുകാരെ. 2 മുട്ട ഇതിനകത്തുണ്ട് കണ്ടോ. അയ്യോ പാവം, കഷ്ടം. അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കാറ്റത്ത് പറന്ന് അടന്ന് വീണതാണിത്. അയ്യോ 2 മുട്ട, കഷ്ടം. അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് വീണതാണ് കൂട്ടുകാരെ. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനും ഈ അത് മുട്ട കഴിഞ്ഞൊരു വിരിയും തോന്നുന്നു. കണ്ടോ കൂട്ടുകാരെ, ഈ മണ്ണ് കണ്ടോ. ഇത് കണ്ടോ, ഈ മണ്ണ് കൊണ്ടുവന്ന് ഈ കിളി കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചിട്ട് ഇത് മിന്നാമിന്നിയെ വെച്ചത് ഈ കൂട് നെയ്യാൻ വേണ്ടി മിന്നാമിന്നിയെ പറ്റി പിടിപ്പിച്ച് ഇവിടെ വെക്കുന്നു. കണ്ടോ, മണ്ണ് കാണുന്നുണ്ടോ? വീഡിയോ ഒന്ന് സൂം ചെയ്ത് കാണിക്കാമോ? കാണുന്നുണ്ടോ എന്ന് നോക്കി. കൂട്ടുകാരെ, ഇതിനകത്ത് മണ്ണ് കണ്ടോ. ഇത് ചെളി, ഈ കണ്ടത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ്. ഈ ചെളി വരേണ്ട മണ്ണാണ്. അത് എന്ത് ബുദ്ധിപൂർവ്വമാണോ ചെയ്യുന്നത്. ഈ മണ്ണ് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് സന്ധ്യ സമയമാകുമ്പം മിന്നാമിന്നി എല്ലാം പിടിച്ചു കൊണ്ടുവന്ന് ഈ മണ്ണയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇത് ഈ കൂട് നെയ്യുന്നത്. ഇത് കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ്. എൻ്റെ മുട്ട ഇരിക്കുന്ന ഒരു കൂടി ഞാൻ കാണിക്കാം. ഇത് മണ്ണിരിക്കുന്നത് മുട്ടയുള്ള ഒരു കൂടി ഞാൻ കാണിക്കണ്ട. എന്ത് ഭംഗിയായിട്ടാണ് ഇത് കൂട് നെയ്തേക്കുന്നത് കണ്ടോ. ഇതെന്ത് ഈ കൂട് നെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓലയുടെ തുമ്പെല്ലാം ഇടിഞ്ഞു കൊണ്ടുവരും. പക്ഷേ കൂട് കാണിച്ചാൽ പക്ഷേ കിളികൾ ഇപ്പം കൂട് നെയ്യുന്നില്ല. കിളികൾ അങ്ങ് ഇങ്ങും എല്ലാം പറഞ്ഞു. ഞങ്ങൾ വന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, പേടിച്ച് പറക്കുന്നതായിരിക്കാം. നിറച്ചിത് സന്ധ്യ ആകുമ്പോണ്ടെങ്കിലാന്നുള്ള സൗണ്ട് കേട്ടോ കിളികളുടെ. സന്ധ്യ സമയമാകുമ്പോഴെന്ത് ഭംഗിയാണ്. സന്ധ്യക്കായാലും ഉച്ചയ്ക്കായാലും എപ്പോൾ ഇവിടെ വന്നാലും നല്ല ഒരിതാണ്. ഇവിടെ വന്നാൽ നല്ലൊരു വൈബാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾക്ക് പുറത്തു നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുവേ, വിരുന്നൊക്കെ വരുന്നവർ ആദ്യം കാണാൻ അവർ വരുന്നത് ഈ ഒരു കുന്നാണ്. ഈ ഒരു കുന്നെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് നല്ല കാറ്റും 4 വശവും കണ്ടമാണ്. ഇത് കണ്ടോ, ചുറ്റും കണ്ടമാണ്. ഈ കണ്ടത്തിൻ്റെ നടുക്കാണ് ഈ കണ്ടത്തിൻ്റെ നടുക്കാണ് കൂട്ടുകാരെ ഈ ഒരു കുന്ന്. ഇപ്പോൾ ഇവിടെ എല്ലാം തൊടിലുമുള്ളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കയറി കിടക്കുകയാണ്. ഈ കുന്നിൻ്റെ മണ്ടയ്ക്കാണ് ഈ തെങ്ങ് കുറേ തെങ്ങുണ്ട് കണ്ടോ. തെങ്ങിൻ്റെ മണ്ടയ്ക്കെല്ലാം കുരുവി കൂട് വെച്ചിരിക്കുകയാണ്. കണ്ടോ, എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഇത് നിറച്ചുണ്ടായിരുന്നു. കുറേ എല്ലാം കാറ്റടിച്ച് വേണ്ട തറയിൽ പോയി കിടക്കുന്നുണ്ടോ. കൂടുകളെല്ലാം തറയിൽ പോയി കിടക്കുന്നത്. ഇങ്ങോട്ടൊന്ന് വീഡിയോ കാണിക്കാതെ എല്ലാം
കിടക്കുകയാണ് കൂട്ടുകാർ. കൂട്ടുകാരെ ഈ കിളിക്കൂടിനകത്തിരിക്കുന്ന മുട്ട നമുക്ക് വെളിയിലോട്ടൊന്ന് എടുക്കാം. ഇനി ഇതിന് വിരിയത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ആ കിളിയുടെ ചൂട് പോയി. ഇത് ചൂട് തറയിൽ പോയില്ലേ കിളിയുടെ കൂട്, അതുകൊണ്ട് ഇത് കണ്ട. അയ്യോ കഷ്ടം, 2 മുട്ട കണ്ട. ഇതിനി വിരിയത്തില്ല. ഇതിൻ്റെ താഴെ വീണ് കുറേ നാളായതാണെന്ന് തോന്നുന്നു. 2-3 ദിവസമായതാണോ തറയിൽ വീണതുകൊണ്ട് ഈ മുട്ട ഇതിനി വിരിയത്തില്ല. ഇനി നമുക്ക് ഇത് ഇവിടെ വരുന്നവരെല്ലാം ഈ കിളിയുടെ കൂട് ഇങ്ങനെ താഴെ കിടക്കുന്ന കിളിയുടെ കൂടെല്ലാം എടുത്തുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിടും. മിക്ക ആൾക്കാരും കൊണ്ടുപോകും. ഞാനും ഇതെല്ലാം 2-3 കൂട് എടുത്തുകൊണ്ട് പോവുകയാണ്. എനിക്കും വീടിൻ്റെ ഫ്രണ്ടിലൊന്ന് തൂക്കാൻ വേണ്ടി. ഒത്തിരി നാളായി. ഞങ്ങൾക്ക് അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും വരാം. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ കണ്ടത്തിൽ കൂടെ കയറി വരുന്ന കാടും ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി കുറേ നാൾ കൊണ്ട് ഇപ്പം പണിയൊന്നും ഇല്ലാത്തതെല്ലാം കാട് കയറി കിടക്കുക. പക്ഷെ നല്ല ഇതിൻ്റെ എന്തോ രസമായി കാണാൻ. കൂട്ടുകാരെ, അങ്ങനെ ഞാൻ എല്ലാ വീഡിയോയും പിടിച്ച് കഴിഞ്ഞ് ഇത്രയും കൂട് എനിക്ക് കിട്ടി. ഇത്രയല്ല, കുറേ കിടപ്പുണ്ട്. ഞാൻ അതിനകത്ത് നല്ല കൂട് നോക്കി ഞാൻ ഇത്രയും എടുത്ത്. അതിനകത്ത് ഇത് കണ്ടോ, 2 ഉറയുള്ള കൂടുണ്ട്. ഇത് കണ്ടോ, ഒറ്റ ഉറയുള്ള കൂടുണ്ട്. ഇത് കണ്ടോ, ഒറ്റ ഞാലിയുള്ള കൂടുണ്ട്. ഇത് കണ്ടേ, ഇതെല്ലാം എങ്ങനെ പല ഇത് കണ്ടോ, 2 ഉറയുള്ള കൂടാ കണ്ടോ. ഇപ്പം ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ടോ ഈ മണ്ണ് കണ്ടോ, ഈ കൂടിനകത്തിരിക്കുന്ന മണ്ണ് കണ്ടോ. അത് ഞാനൊന്ന് എടുത്ത് കൂട്ടുകാരെ ഞാൻ കാണിക്കാം. ഈ മണ്ണ് കണ്ടോ, ഇതേ മണ്ണാണ് ഇതിനകത്ത് കിളി കൊണ്ടുവന്ന് വെച്ച് സന്ധ്യ സമയത്ത് മിന്നാമിന്നെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് ആ വെട്ടത്താണ് ഈ കൂട് നെയ്യുന്നത്. അങ്ങനെ ഇത്രയും കൂടുണ്ട്. ഇതിൻ്റെ എല്ലാം ഓരോ 2 ഉറയൊക്കെ ഉള്ള കൂടുകളാണ്. ഇത്രയും കൂടുമായിട്ട് ഞാൻ വീട്ടിൽ പോകും. എനിക്കും വീട്ടിൽ തൂക്കിയിടാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ പോവുക. കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ടാറ്റാ, ബൈ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കണ്ട തുരുത്താണ്. കണ്ടോ, ഈ തുരുത്താണ് നമ്മളിന്ന് കണ്ടത്. ഇത് കണ്ടത് മൊത്തം കണ്ടത്തിൽ കൃഷിയാണ്, നെൽകൃഷിയാണ്. ഇത് കണ്ടോ, എന്ത് പച്ചപ്പ്, എന്ത് രസമാണ് ഇത് കാണാൻ. ഞങ്ങളെന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര ഇത് തോന്നിക്കത്തില്ല. പക്ഷേ വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ആ തുരുത്തിൻ്റെ അവിടെ എല്ലാം താണ്ടിയാണ് ഞങ്ങൾ ഇനി വന്ന് കൂട്ടുകാരെ ഇനി റോഡിൽ കയറി.